ടെക് ഫുഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഒരു ചിക്കൻ ചിക്കയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ തൈര് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ കറിയുടെ ആ കളർ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ ചിക്കയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രൈഡ് ഒനിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒനിയൻ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള സവോള നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാലൻസ് ഉള്ള എല്ലാ സവോളയും നമ്മൾ ഇതുപോലെ നല്ല ഗോൾഡൻ ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ സവോള വറുത്തെടുത്ത ആ എണ്ണ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ എടുത്ത് ഉപയോഗിക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഞാനൊരു 8 വെളുത്തുള്ളി ചതച്ചെടുത്തതുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരിത്തിരി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്നു നോക്കാം. തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമുക്ക് ഒന്ന് മൂടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിനുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈഡ് ഓനിയൻസ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.